ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. തോമാസ് ശ്ലീഹായും സംശയ നിവാരണവും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വിശുദ്ധ തോമാസ് ശ്ലീഹയുടെ വ്യക്തിത്വത്തിലേക്ക് വെളിച്ചം വീശുന്ന 3 പരാമർശങ്ങളുണ്ട്. കർത്താവിന് വേണ്ടി മരിക്കുവാനുള്ള സന്നദ്ധത പ്രഖ്യാപിക്കുന്നു 11:16. കർത്താവ് എവിടെ പോകുന്നു എന്നറിയുവാൻ ഉള്ള ജിജ്ഞാസ 14:5. ഉയർപ്പിന് ശേഷം മറ്റ് ശിഷ്യന്മാരുടെ സാക്ഷ്യത്തെ ഉൾക്കൊള്ളാതെ കർത്താവിനെ നേരിൽ കണ്ട് തൊട്ടറിയണമെന്ന് പ്രഖ്യാപിക്കുന്നു. തുടർ സാക്ഷ്യമായ എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്നുള്ള പ്രഖ്യാപനവും. കർത്തൃ ശിഷ്യന്മാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കഷ്ടാനുഭവത്തിനും ഉയർപ്പിനും പെന്തക്കോസ്തിക്കും മുമ്പും പിമ്പുമുള്ള ശിഷ്യന്മാരുടെ വിശ്വാസവും മാനസികാവസ്ഥയും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഉയർപ്പിന് മുമ്പുള്ള ശിഷ്യന്മാരുടെ ചില ആഗ്രഹം നാം കാണുന്നത്. ഇടത്തും വലതുമായി ഇരിക്കാനുള്ള ആഗ്രഹം, യൂദായ്ക്ക് പണം പിടിക്കുവാനുള്ള അവകാശം കിട്ടിയിട്ടും അത് പോരെന്നുള്ള ആഗ്രഹം, നമ്മിൽ ചിലരെ പോലെ എന്ത് സ്ഥാനമാനങ്ങളും പദവികളും ലഭിച്ചാലും പോരെന്നുള്ള പുറവെറുപ്പും മുറിവെറുപ്പും യൂദയ്ക്കും ഉണ്ടായിരുന്നു. യൂദയെ സംബന്ധിച്ചിടത്തോളം കെരിയത്തുകാരനായ താൻ മാത്രം, ഗലീലക്കാരായ കൂടുതൽ അംഗങ്ങളുണ്ട്. ലഭിച്ചതിനെക്കുറിച്ച് നന്ദിയില്ലാതെ വിഭാഗിത ആ മനുഷ്യൻ ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് താൻ ഒറ്റപ്പെടും എന്ന ചിന്ത, ധനം പിടിക്കാൻ കിട്ടിയ അവസരം കൂടാതെ അകവർണ്ണത്തിൽ ഉൾപ്പെടാൻ കഴിയാതെ പോയതിൻ്റെ കുശുമ്പും കുന്നായ്മയും അവനെ ഗ്രൂപ്പിൽ തന്നെത്താൻ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. ഗുരുവിനെ വിൽക്കുകയും ചെയ്തു. കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെയും ഉയർപ്പിൻ്റെയും മുമ്പ് ശിഷ്യന്മാരുടെ മനസ്സ് ഐഹിക രാജ്യത്തിലായിരുന്നു. അതുകൊണ്ടാണ് വലതും ഇടത്തും ഇരിക്കാനുള്ള ആഗ്രഹം. ആരാണ് വലിയവനെന്ന ചിന്ത. തങ്ങളെപ്പോലെ ബേത്ലഹേമിൽ ഒരു ആശാരിപ്പണിക്കാരനായിട്ട് ജനിച്ചു വളർന്നവനാണ്. പരിശുശ്രൂഷക്കാലത്ത് കർത്താവ് ചെയ്ത മഹാത്ഭുതങ്ങൾ ക്രിസ്തു വരുമ്പോൾ സംഭവിക്കുന്നതാണ്. അങ്ങനെയാണ് അന്നത്തെ കാലത്തെ വിശ്വാസം. ഇതുകൊണ്ടാണ് മുകളിൽ പറഞ്ഞ രീതിയിൽ അവർ ചിന്തിച്ചതും. സ്നാപകൻ പോലും ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ തൻ്റെ ശിഷ്യരെ വിട്ട് ചോദിക്കുന്നുവല്ലോ, വരുവാനുള്ളവൻ നീയോ അതോ മറ്റൊരുവനെ ഞങ്ങൾ കാത്തിരിക്കണമോ? ദുഷ്ടയായ ഹെരോദയുടെ ക്രൂരത നിമിത്തമാണ് താൻ ജയിലിൽ അടയ്ക്കപ്പെട്ടത്. മിശിഹ വന്നാൽ ദുഷ്ടരെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും തകർക്കുമെന്നാണ് വിശ്വാസം. അല്ലെങ്കിൽ അന്നത്തെ വിശ്വാസം അങ്ങനെയായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ മറുപടി യോഹന്നാന് തൃപ്തികരമായിരുന്നു. സംശയങ്ങളാവാം, സംശയങ്ങൾ പരിഹരിക്കണം. സംശയങ്ങളില്ലെങ്കിലും തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുവാൻ നാം മിടുക്കരാണ്. ദൈവാത്മാവില്ലാത്തത് കൊണ്ടാണ്. തങ്ങളെപ്പോലെ ജീവിച്ചു വളർന്നയാൾ മരിച്ചുയർക്കുക എന്നത് തോമാസ് ശ്ലീഹായിൽ സംശയം ഉളവാക്കിയിരിക്കാം. മാത്രമല്ല, രാജ്യം സ്ഥാപിക്കുമെന്ന് കരുതിയ വ്യക്തി ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ടു. മറ്റു ശിഷ്യന്മാരിലും ഇതേ സംശയം ഉണ്ടായിരുന്നു. പടയാളികൾ പിടിക്കാൻ വന്നപ്പോൾ സർവരും കൂടി ഓടിപ്പോയത് അതുകൊണ്ടാണല്ലോ. ഉയർപ്പിന് ശേഷം സ്ത്രീകൾ വന്ന് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചില്ല എന്ന് വചനം പറയുന്നു. പത്രോസും യോഹന്നാനും കബറിങ്കിൽ പോയി നോക്കിയെങ്കിലും ഒഴിഞ്ഞ കല്ലറ കണ്ട് മടങ്ങിപ്പോകുന്നതേയുള്ളൂ. മറിയ എന്ന ഗുരുഭക്ത മാത്രമേ തൻ്റെ ഗുരുവിനെ വേവലാതിയോടെ കാത്തു നിന്നുള്ളൂ. അവൾ ആദ്യത്തെ സുവിശേഷയും ആയി. അതിൻ്റെ ഭാഗ്യം അവൾക്ക് ലഭിച്ചു. ഉയർപ്പിനും പെന്തക്കോസ്തിക്കും ശേഷം ശിഷ്യന്മാർ കർത്താവ് പറഞ്ഞു കൊടുത്ത വഴി ഉൾക്കൊള്ളുകയും അതിനുവേണ്ടി ത്യാഗങ്ങളും സങ്കടങ്ങളും സഹിക്കുകയും ചെയ്തു. നാം ഉയർപ്പിന് ശേഷമുള്ളവരാണ്. വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും കർത്താവിനെ വിശ്വസിച്ച് അവിടുത്തെ പാതയിലാണ് ജീവിക്കേണ്ടത്. തോമാസ് ശ്ലീഹ വിലാവിൽ തൻ്റെ കൈ സ്പർശിച്ചപ്പോൾ ഇരട്ടിയായി യോജിച്ചിരുന്ന വിരലുകൾ വേർപെടുന്നു. താൻ കണ്ടത് മായാക്കാഴ്ചയല്ലെന്നും എൻ്റെ ഗുരു ഉയർത്തെഴുന്നേറ്റു എന്നതും തോമാസ് ശ്ലീഹയിൽ നിന്ന് ആരാധനയും പ്രാർത്ഥനയും കവിഞ്ഞൊഴുകുകയായിരുന്നു. ആ കവിഞ്ഞൊഴുക്കിൽ നിന്ന് വന്നതാണ് വിശ്വാസ പ്രഖ്യാപനം. നമുക്കും യഥാർത്ഥ ഗുരുഭക്തന്മാരാകാം, യഥാർത്ഥ ആരാധന അർപ്പിക്കുന്നവരാകാം. വെറുതെ മായാക്കാഴ്ചകളാകാതെ, അവിശ്വാസത്തോടെയാകാതെ അത് ഹൃദയത്തിൽ നിന്ന് കവിഞ്ഞൊഴുകുമാറാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.